ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടും ചിക്കൻ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ പറയാം. ബ്രെഡ്, ചിക്കൻ, പിന്നെ കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം ഉള്ള വെജിറ്റബിൾസ്. ഞാനിവിടെ പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്സിക്കം, പൊട്ടറ്റോ, ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. അപ്പം ഞാൻ ആദ്യം ചിക്കൻ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പൊട്ടറ്റോ നന്നായിട്ട് അവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് സവാള, ടൊമാറ്റോ ഒരെണ്ണം, ചെറിയ സൈസ് ടൊമാറ്റോയാണ് ഒരെണ്ണം. അപ്പോൾ പിന്നെ ഇത് കണ്ടോ, ഇത് ചീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചീസ് നമുക്ക് കട്ടയായിട്ട് നമുക്ക് വാങ്ങിക്കുന്നതാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കവറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തത്. പിന്നെ ഇപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നല്ലൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പം ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കുറച്ച് ആവശ്യത്തിന് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം എല്ലാം ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ ഡിഷസൊന്നുമല്ല, അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഫ്ലേവേഴ്സ് മാത്രം മതിയാകും. അപ്പോൾ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് മസാല ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന മസാല കറി പോലെ ആയിപ്പോവും. അപ്പോൾ എല്ലാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞ് സവാള, ചെറുതായിട്ട് അരിയുന്ന നല്ല കുനുകുന അരിഞ്ഞ സവാള, അതുപോലെ തന്നെ അരിഞ്ഞത് ടൊമാറ്റോ, എല്ലാം ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും മതിയാകും. ഞാനിവിടെ ഒരു 5 പീസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ അതനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ സൈസ് കൂട്ടാം. അപ്പോൾ അതിനുശേഷം ഞാൻ മാഷ് ചെയ്തെടുത്തിരിക്കുന്ന പൊട്ടറ്റോയാണ്. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ അവിച്ചിട്ട് നല്ല ഉടച്ചെടുത്തിരിക്കുന്നതാണ്. മിക്സിയിലൊന്നും ഇട്ടടിക്കണ്ട, അല്ലാതെ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ തവി കൊണ്ട് ഉടച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നന്നായിട്ട് തവി കൊണ്ട് ഉടച്ചെടുത്ത പൊട്ടറ്റോയും ടൊമാറ്റോയും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് മതിയാകും. പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ക്യാപ്സിക്കം ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നൊന്നുമല്ല, നമ്മൾ തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ്. കേരളത്തിലെ മിക്ക അമ്മമാരും നല്ല വലിയ ചാനലിലൊക്കെ കണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കണ്ടിട്ട് എന്തായാലും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന, പിന്നെ ആ ഒരു സാധനം ഇല്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെന്ന് വാങ്ങും എന്നുള്ളതല്ലാതെ, നമുക്കത് മാറ്റിയിട്ട് നമ്മൾ ബാക്കി നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് എല്ലാ ഭൂരിഭാഗം ഇവിടെയുള്ള കേരളത്തിലുള്ള മലയാളി വീട്ടമ്മമാരുടെ ഇത്. അപ്പം ഞാനും ഒരു സാധാ മലയാളി വീട്ടമ്മയാണ്, അതുകൊണ്ടൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. അപ്പം ഇതിനകത്ത് ക്യാപ്സിക്കം അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇനി ഈ മിക്സിലേക്ക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചിക്കൻ പച്ച ചിക്കൻ അല്ല കേട്ടോ, ഇത് നന്നായിട്ട് വേവിച്ച ചിക്കനാണ്. ഞാൻ നന്നായിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിനകത്ത് വേവിച്ചെടുത്താണ്. ഒരു വിസിൽ മതിയാകും. അപ്പോൾ ഒന്ന് വേവും. ഒരു വിസിലടിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിരിക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കെടുത്ത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ബ്രെഡ് എടുത്തു. ബ്രെഡ് മിക്സ് വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയൊരു മിൻറ്റിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മിൻറ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അതിട്ട് കൊടുത്തിട്ട് അതിന് മീതെ ഞാൻ ചീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുത്തിട്ട് അതിൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിലോ നമ്മുടെ പെപ്പർ സോസ് ഉണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അതിട്ട് ഉപയോഗിച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ 4 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തെ പ്ലേറ്റിലായിപ്പോയി. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു തവ എടുത്ത് അതിലേക്ക് നെയ്യ് അതിന് പുറത്തൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പാനിലൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, കണക്കാക്കി വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു വശം ഒന്ന് റോസ്റ്റ് ചെയ്തു. ഇനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ
നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം രണ്ടായിട്ട് മുറിക്കുക. അപ്പം നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഇതില്ലേ, ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എന്താ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കുക. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടിക്കൂട്ട് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും തട്ടിക്കൂട്ടാണോ എല്ലാം ചെയ്യുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചിലവർ നന്നായിട്ട് രീതിയിലൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ്. അപ്പം നമ്മുടെ സാധാ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.